സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മക്കൾക്കായിരിക്കും, ചിലപ്പോൾ ഭർത്താവിനുണ്ടാവാം, ഭാര്യയ്ക്കുണ്ടാവാം, രക്ഷിതാക്കൾക്കൊക്കെ ചില പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പല പ്രശ്നങ്ങളും ഒരു കാര്യവും കൃത്യമായി നടക്കുന്നില്ല. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളും മറ്റു കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാൻ ശ്രദ്ധയുണ്ടാകുന്നില്ല. പലതരത്തിലെ കലഹങ്ങളും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ജീവിതത്തിലൊരു മനസ്സമാധാനമില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സ്വതവേ ജ്യോത്സ്യരടുത്താണ് പോവുക. എന്തായിരിക്കും എൻ്റെ ഈ പ്രശ്നത്തിന് കാരണം? അപ്പോൾ ജ്യോത്സ്യന്മാർ ഉടനെ എല്ലാം ഇങ്ങനെ നിരത്തിയിട്ട് പറയും, അത് നിങ്ങൾക്കിപ്പം ഗ്രഹപ്പിഴയുടെ സമയമാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ ഗ്രഹപ്പിഴ സമയത്ത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. കുറച്ച് ഒരു വർഷം കൂടിയുണ്ട് ഈ ദോഷം, അല്ലെങ്കിൽ ഈ വരുന്ന ഒരു 4 കൊല്ലത്തേക്ക് ഇനി വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്തൊരു ഗ്രഹപ്പിഴയുടെ സമയമാണ് എന്നൊക്കെ പറയും, ഇല്ലേ? ശരിക്കും ഇതെന്താണ് ഈ ഗ്രഹപ്പിഴ എന്ന് പറയുന്നത്? ഇത് ശരിക്കും നമ്മളെ ബാധിക്കുമോ? ബാധിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇപ്പം എത്രയോ ദൂരെയാണ് സൂര്യനുള്ളത്, അല്ലേ? എത്രയോ കിലോമീറ്റർ ദൂരെയാണ്. കിലോമീറ്റർ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾക്ക് അതിൻ്റെ വലിപ്പം കൊണ്ടാണ് അത് കാണാനും അതിൻ്റെ ചൂട് അനുഭവിക്കാനും കഴിയുന്നത്. അതൊരു നക്ഷത്രത്തിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. അപ്പോൾ ആ സൂര്യൻ കോടാനുകോടി കിലോമീറ്റർ അകലെയുള്ള ആ സൂര്യൻ്റെ ചൂട് നമുക്ക് അനുഭവിക്കുന്നുണ്ട്, നമ്മൾ കൃത്യമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചന്ദ്രൻ എന്ന് പറയുന്ന ആ ചന്ദ്രൻ്റെ ഗുണം ഭൂമിയിൽ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. കാരണം രാത്രിയിൽ ഇവിടെ പൂക്കുന്ന മുല്ല പോലും, അതുപോലെ ആമ്പൽപ്പൂ പോലും ആ ചന്ദ്രൻ്റെ ഗുണം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അർത്ഥം. ആ ചന്ദ്രൻ്റെ എനർജിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഈ അന്തരീക്ഷത്തിലുള്ള പലതും, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത പലതും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽ ഒതുങ്ങാത്ത ഈ പ്രപഞ്ച ശക്തികളുണ്ട്, ഒരുപാട് ശക്തികളുണ്ട് പ്രപഞ്ചത്തിലുള്ള. നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റും. നല്ല കാറ്റ്, ഒരു കാലത്ത് പണ്ട് കാലത്ത് വെച്ചാൽ ശക്തമായ കാറ്റും ഇടിയും മഴയും ഇതൊക്കെ വരും, ഈ ഉരുളുപൊട്ടൽ വരും. ഇതൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല, ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ല. പണ്ട് കാലത്താണ് പറയുന്നത്, ഇപ്പോഴത്തെ ഒന്നല്ല. ഒരു 10-500 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കാര്യമാണ് പറയുന്നത്, ആദിമ മനുഷ്യന്മാരുടെ ഇത്. അപ്പോൾ അവരെന്ത് ചിന്തിക്കുന്നത്, ഇതെന്തോ ഒരു ഇതാണ്, അപ്പോൾ അതിനെ ഭയക്കണം എന്ന് തോന്നും. അപ്പോൾ ഭയക്കുന്നതിന് എന്ത് ചെയ്യും? അവർ പൂജിക്കും, അവരതിനെ പ്രീതിപ്പെടുത്തും. കാരണം എന്നാൽ പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതിപ്പോൾ നമ്മൾ ഒരാളെ തല്ലാൻ വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ വേഗം അയാളെ കാല് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരടുത്ത് തല്ല് കിട്ടില്ലല്ലോ എന്ന് പറയും പോലെ ഇങ്ങനെയുള്ള ഇതിനെ നമ്മൾ പ്രീതിപ്പെടുത്താൻ വേണ്ടി നോക്കും. പക്ഷേ ഇത് എന്താണെന്ന് അറിയില്ല. അപ്പോഴാണ് അവർ കൃത്യമായി ഇരുന്ന് ചിന്തിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തി ഏതാണ് നിങ്ങളിങ്ങനെ ചിന്തിച്ച് മനനം ചെയ്ത് അവർ ഋഷിതുല്യരായി നല്ല കേമന്മാരായിരിക്കും സ്ഥലത്ത് അവർക്ക് കണ്ടെത്താൻ പറ്റി. ഇതിനെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. ഈ ഈശ്വര ചൈതന്യം എവിടെ തുടങ്ങി എവിടെ തീരുമെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിലൊക്കെ ഓരോ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിൽ പോലും അത് നമ്മളെ കൃത്യമായി സ്വാധീനിക്കുന്നുണ്ട്. അതാ പറയുന്നത്, എത്രയോ കോടാനുകോടി ദൂരെയുള്ള ചന്ദ്രനും സൂര്യനും ഒക്കെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയാത്ത നിരവധി ഗ്രഹങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോഴെന്തായി, ഈ ഗ്രഹങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രഹങ്ങളെക്കുറിച്ച് കൃത്യമായി ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ അതിൽ ഇത് നമ്മുടെ മനുഷ്യനുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നത്, മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇതിനൊരു ക്രമമുണ്ട് എന്നവർ മനസ്സിലാക്കി. ഉദാഹരണത്തിന് ഇപ്പോൾ സൂര്യൻ ഉണ്ട്, ആ സൂര്യനെ ചുറ്റുകയാണ് മറ്റ് ഗ്രഹങ്ങളെല്ലാം. അത് കൃത്യമായ ക്രമത്തിലാണ് അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, അതിനൊരിക്കലും വ്യതിചലനമില്ലാത്ത വിധത്തിൽ. അപ്പോൾ അതിങ്ങനെ ചുറ്റുന്നതിനനുസരിച്ച് അതിന് നമ്മൾക്കും അതിൻ്റെതായ ഗുണങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ, സൂര്യൻ ഇങ്ങനെ
ഒരു സൂര്യൻ അവിടെ നിൽക്കുന്നത്, ഭൂമി അതിനെ ചുറ്റുന്നുണ്ടല്ലോ. ഈ ഭൂമി അതിനെ ചുറ്റുന്നതിനനുസരിച്ചാണ് എന്താന്ന് രാവും പകലും ഉണ്ടാകുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ഓരോ ഗ്രഹങ്ങൾ ചുറ്റുമ്പോഴും നമുക്കറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലും മനസ്സിനെയും സ്വാധീനിക്കുന്നു എന്ന് അർത്ഥം. അപ്പോൾ അത്തരത്തിൽ ഈ ഓരോ വ്യക്തിയെയും ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീന വലയം ഉണ്ടാകും. അവർ ജനിക്കുന്ന സമയത്ത് ആ ഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത്. അതിനാണ് ഈ ജ്യോത്സ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആൾക്കാർ ഇതിനെ പറയുന്നത്. ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത്തരത്തിൽ ഇതിനൊരു ക്രമമുണ്ട്. ഇപ്പം നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന ദശയിൽ ജനിച്ചു തുടങ്ങിയിട്ട് ഇന്ന് ഇത്ര കാലം വരെ ആ ദശയുണ്ടാവും, പിന്നെ അതിനുശേഷം ഇന്ന ദശയാണ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ടൊരു ഭ്രമണപഥം നമുക്ക് ചുറ്റും ഈ ഗ്രഹങ്ങളുടെ ഗുണം ദോഷവും നമുക്കുണ്ടാകുന്നുണ്ട്. നമ്മൾക്ക് ചുറ്റുമായിട്ട് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. ഇപ്പോൾ ചന്ദ്രദശ ഇത്ര വർഷമാണ്, ആ ദശ കഴിഞ്ഞാൽ ഇന്ന ദശ വരും, ആ ദശ കഴിഞ്ഞാൽ ഇന്ന ദശ വരും, അത് ക്രമമായിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ കാലയളവിൽ ഇതിന് ക്രമം തെറ്റാതെ വരുന്ന സമയത്ത് ചിലപ്പോൾ അത് സ്ഥാനമാനം വരും, സ്ഥാനത്തിന് മാറ്റം വരുന്ന സംഭവം ഉണ്ടാകും. അതിന് ഈ ക്രമത്തിന് ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. കൃത്യമായിട്ട് ഒരു ഐക്യത്തോട് വരുമ്പോൾ, ഇതെല്ലാം കൃത്യമായിട്ട് വരുമ്പോൾ അതിനൊരു ഐക്യമില്ലായ്മ വരുന്നു. ഈ ഐക്യമില്ലായ്മ വരുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ നമ്മൾക്കതിൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ അവിടെയുള്ളതിൻ്റെ പ്രതിഫലനം. ഇനി കൃത്യമായി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ ചിലപ്പം ന്യൂനമർദ്ദം, സമ്മർദ്ദം എന്നൊക്കെ പറയുന്നില്ല. ന്യൂനമർദ്ദത്തുണ്ടായി ഇങ്ങനെ ഉണ്ടായി, സമ്മർദ്ദം കൊണ്ട് അങ്ങനെ ഉണ്ടായി, ഇതെല്ലാം പറയുന്നുണ്ടല്ലോ. ഈ ന്യൂനമർദ്ദമാണ് നമുക്കിവിടെ കാറ്റും മഴയും ഒക്കെ ഉണ്ടാക്കുന്നത്. എവിടെയോ ഉണ്ടായത്, പക്ഷെ അനുഭവിക്കുന്നത് നമ്മളാണ്. അതിവിടെ മൊത്തമായിട്ട് ബാധിക്കുന്നു എന്നുള്ളത്. പക്ഷേ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാതെ തന്നെ ഈ പറയുന്ന ഗ്രഹങ്ങളുടെ ചലനത്തിനനുസരിച്ച്, മാറ്റങ്ങൾക്കനുസരിച്ച്, ചലനത്തിനനുസരിച്ച് നമ്മൾക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത് ഓരോ സമയത്ത് ജനിച്ച ആൾക്കാർക്ക് ഓരോ തരത്തിലാണ് ഉണ്ടാവുക എന്നർത്ഥം. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ഈ ഗ്രഹപ്പിഴ നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ അത് നിശ്ചിത കാലം വരെ അതുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഗ്രഹപ്പിഴ നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് തയ്യാറെടുപ്പ് വേണം. ശബരിമലക്ക് പോകാൻ വേണ്ടി മാലയിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പുതിയ വ്യക്തിത്വമായി, ഒരു മനുഷ്യനായി മാറി നമ്മൾ കുറച്ച് തയ്യാറെടുപ്പുണ്ടാവും. അതുപോലെ ഗ്രഹപ്പിഴയാണ് നമുക്ക് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓരോ ചുവടുകളും ശ്രദ്ധിച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അപകടം പറ്റും. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. കാരണം ഗ്രഹപ്പിഴയാണ്, അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. പല അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ജ്യോത്സ്യന്മാർ പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കില്ല. ഇത് അവരാരും പറയണമെന്നില്ല. ഗ്രഹപ്പിഴയാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നാക്കുകൊണ്ട് പോലും നമ്മൾ സംസാരിക്കുമ്പോൾ പോലും വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വാക്കിൽ എപ്പം ഗുളികം കയറുമെന്ന് പറയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് വേറൊക്കെ ഇഷ്ടപ്പെടില്ല, നമ്മൾ ചെയ്യുന്നത് വേറൊക്കെ ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ അപകട രൂപത്തിലായിരിക്കും നമുക്ക് വരിക, പലതരത്തിൽ അപകടങ്ങളായിട്ട്. അപ്പോൾ ഇതൊക്കെ വരുന്നത് വെച്ചാൽ നമ്മുടെ ഗ്രഹപ്പഴ, അതെന്ന് വെച്ചാൽ നമ്മുടെ സമയദോഷം എന്നാണ് നമ്മൾ പറയുക. ഗ്രഹപ്പഴക്ക് നമ്മൾ പറയുക നമ്മുടെ സമയദോഷം എന്ന് പറയും. ഇപ്പോൾ സമയം കുറച്ച് മോശമാണെന്ന്. അപ്പോൾ ഈ സമയദോഷം വരുന്നത് ഇങ്ങനെയുള്ള ഗ്രഹത്തിൻ്റെ ഇതുകൊണ്ട്, സ്ഥാനമാറ്റം കൊണ്ടാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഐക്യം ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് അപകടം 100% നമുക്ക് പലതരത്തിൽ അപകടങ്ങൾ ഉണ്ടാകും. അപ്പോഴെന്ത് വേണം? യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, അതുപോലെ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക, ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പഠന സമയത്തായാലും ഏത് സമയത്തും നമ്മുടെ ശ്രദ്ധയുണ്ടാവണം. നമ്മൾ ഓരോ ചുവടും വളരെയേറെ ശ്രദ്ധിച്ച് വെക്കണം. വാക്കത്തി എടുക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കുക. ഇനി അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അവരും വളരെയേറെ ശ്രദ്ധിക്കുക. അഗ്നി ഭയമുണ്ടാവും, ജലത്തിൻ്റെ ഭയമുണ്ടാവും, അതുപോലെ ആയുധങ്ങൾ കൊണ്ട്, കത്തിയോ മറ്റത് കൊണ്ട് മുറിയാനോ മറ്റു പലതും സംഭവിക്കും. എന്നെല്ലാം വഴുക്കി കെട്ടി വീഴാനും ഇടവരും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഓരോ ശ്രദ്ധയും, ഓരോ ചുവടും വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ദോഷമാണ് എന്ന് കണ്ട് സമയദോഷമുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാച്ചാൽ ഇങ്ങനെ സംഭവിച്ചു എന്നിരിക്കട്ടെ, ഗ്രഹത്തിൽ നമുക്ക് സമയദോഷമാണ്. അപ്പോൾ സമയദോഷമുണ്ട് എങ്കിൽ നമുക്കതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ പരിഹാരമുണ്ട്. ഏറ്റവും വലിയ പരിഹാരം എന്താണെന്നറിയോ? നമ്മൾ ഈ ശ്രദ്ധ തന്നെ. നമ്മൾ ഓരോ ചുവടും ശ്രദ്ധിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തായി വലിയ വലിയ അപകടങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവാകും. എന്നാലും അപകടം ഒരിക്കലും മാറിപ്പോകില്ല. സമയദോഷത്തിൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിന് ഏറ്റവും നല്ല കാര്യം അറിയാം,
ഈശ്വര പ്രാർത്ഥന നടക്കുക. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഭഗവാനിലേക്ക് അങ്ങോട്ട് വെക്കുക. പിന്നെ ഇതിന് ജ്യോത്സ്യന്മാർ പലതും പറയും. അതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരുപാട് സാമ്പത്തികമായിട്ട് നഷ്ടം വരും. അപ്പോൾ അതുകൊണ്ട് ആ പൂജാതി കർമ്മങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ ഈ സമയദോഷത്തിന് വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിലെ ആചാര്യന്മാർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പലതരത്തിലുള്ള രത്നങ്ങൾ നമ്മൾ കയ്യിൽ ധരിക്കാൻ വേണ്ടി പറയും. നവരത്നങ്ങളിൽ ഇന്ന രത്നം നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഗുണമാണ്. ചില സമയത്ത് നിങ്ങൾക്ക് വലിയ വലിയ അപകടങ്ങളും കാര്യങ്ങളും ബാധാദോഷം വരെ ഉണ്ടാവും. ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരൊന്നും പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും ഒരു വീട് വിലക്കെടുക്കും, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി പോകും. ആ വാടകയ്ക്കോ വിലക്കോ എടുക്കുന്ന വീട്ടിലായിരിക്കും ചിലപ്പോൾ ബാധകൾ ഉണ്ടാവുക, അത് നമ്മളിലേക്ക് വരും. അല്ലെങ്കിൽ അതിന് വാസ്തുദോഷം ഉണ്ടാവും, അതും നമ്മളിലേക്ക് വരും. ഇങ്ങനെ എല്ലാ വേണ്ടാതിരവും നമ്മളിൽ എത്തിച്ചേരും. അപ്പോൾ നമ്മൾ വേണം വീടെടുക്കാൻ പോകുന്ന സമയത്തായാലും മറ്റുള്ള എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ചിട്ട് ചിന്തിച്ചിട്ട് മാത്രം ചെയ്യുക. എന്നാലും അബദ്ധത്തിൽ വീഴും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുഴിയിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി. വീടെടുക്കാൻ പോകുന്നുണ്ട്, കുഴിയിൽ പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് രത്നധാരണം, യന്ത്രധാരണം. പലതരത്തിലുള്ള യന്ത്രങ്ങളൊക്കെ ഇല്ലേ, ഇതാക്കിയിട്ടുള്ള യന്ത്രങ്ങൾ നമ്മൾ ശരീരത്തിലേക്ക് ധരിക്കുക. ഏറ്റവും നല്ലത് ഇതൊക്കെ ധരിച്ചാലും ഇല്ലെങ്കിലും ഇഷ്ടദേവതയെ മുറുക്ക പിടിച്ചോളുക. ഇഷ്ടദേവതയെ ഭജിച്ചോളുക, മുറുക്ക പിടിച്ചോളുക. ആ ദേവത നമ്മുടെ ഒന്നിച്ചെപ്പോഴും ഉണ്ടാകും. പൂജാരിമാരടുത്തോ ജ്യോത്സ്യന്മാരടുത്തോ പോയിട്ട് പറയാതെ പൂജ ചെയ്യണം, ഹോമം ചെയ്യണം എന്നൊക്കെ പറയും. അതുപോലെ ഈ കാലയളവിൽ വ്രതാനുഷ്ഠാനം വളരെ നല്ലതാണ്. ഇതൊന്നും ചിലവില്ലാത്ത കാര്യം കേട്ടോ. ഈശ്വരനെ ജപിക്കാനും ചിലവില്ല, വ്രതമെടുക്കാനും ചിലവില്ല. അതുപോലെ തന്നെ രത്നം ധരിക്കുകയാണെങ്കിൽ ചിലപ്പം പൈസ വരും, യന്ത്രധാരണത്തിനും പൈസ ചിലവുണ്ടാകും. അപ്പോൾ വ്രതം നമ്മൾ എടുക്കുക, ഓരോന്നിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഗ്രഹദോഷം ഇല്ലാതാക്കാനുള്ള വ്രതങ്ങളുണ്ട്. ആ വ്രതം നമ്മൾ അനുഷ്ഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടദേവതയെ പൂജിക്കുക. അപ്പോൾ മാത്രമല്ല, പതിവായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിരിക്കും. അത് കുലദേവത ക്ഷേത്രമാകാം, അല്ലെങ്കിൽ ദേശക്ഷേത്രത്തിലാവാം, അല്ലെങ്കിൽ മഹാക്ഷേത്രത്തിൽ നമുക്ക് എപ്പോഴും പോകാൻ പറ്റുന്നില്ല. എന്നാലും ദേശക്ഷേത്രത്തിലോ കുലദേവത ക്ഷേത്രത്തിലോ നിത്യേന നമ്മൾ ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമുക്ക് വളരെ ഗംഭീരമായിട്ടൊരു ദോഷം ഉണ്ടെന്നിരിക്കട്ടെ. ഇങ്ങനെ ദോഷം ഉണ്ടാകുമ്പോൾ ജ്യോത്സ്യന്മാർ പറയുന്നത്, നിങ്ങൾ ഇന്ന് ഒരു പൂജ ചെയ്തിട്ട് അതിന് പരിഹാരം കാണണം എന്ന് പറയും. ഏതായാലും നമ്മൾ പൂജ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കട്ടെ. ഈ പൂജ ചെയ്യാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മൾക്ക് ആദ്യം വേണ്ടതൊരു ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ, നമ്മളുടെ അരികിലേക്ക് വരുന്ന ആ പൂജാരിയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ഒരാചാര്യനെ വരുന്നുണ്ടെങ്കിൽ ആ ആചാര്യൻ്റെ വാക്കുകൾ പൂർണ്ണമായിട്ട് മുഖവിലക്കെടുക്കണം. അല്ലാത്ത ഒരാളെയും സ്വീകരിക്കരുത്. ആ ആചാര്യൻ നല്ലതാണ്, അയാൾ ഉത്തമനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ അവരെ എടുക്കാവൂ. എങ്ങനെയുള്ള ആളായിരിക്കണം? പണത്തിനോട് ആർത്തിയില്ലാത്ത ആളായിരിക്കണം. നല്ലൊരു സ്വാത്വിക ഗുണമുള്ള ആളായിരിക്കണം ഈ കർമ്മം ചെയ്യേണ്ടത്. അല്ലാത്ത ആൾക്കാരെ കൊണ്ടൊന്നും കർമ്മം ചെയ്യിക്കരുത്. അയാളുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും ജീവിത രീതിയിലും ആ ഒരു സാത്വിക ഗുണം ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൊണ്ട് മാത്രമേ കർമ്മം ചെയ്യിച്ചു കഴിഞ്ഞാൽ ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ മാത്രമല്ല, എന്താണ്, പണത്തിനോട് ആർത്തി ഉണ്ടാവാൻ പാടില്ല. ശ്രേഷ്ഠനായ വ്യക്തിയായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചിട്ട് വേണം പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആയാൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഫലം കിട്ടില്ല. കാരണം അയാൾക്ക് പെട്ടെന്ന് പൂജ പൂർത്തിയാക്കിയിട്ട് പണം വാങ്ങിച്ചിട്ട് പോകാനായിരിക്കും തിരക്കുണ്ടാവുക. അപ്പോൾ അയാളുടെ കർമ്മം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അയാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി ചെയ്താലും നമ്മൾക്കത് അറിയാത്തതുകൊണ്ട് ഇരുന്നവരാ. മറ്റേ സ്വാത്വികനായ ആൾക്കാരാണെങ്കിൽ, ഞാൻ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ദുരിതം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് ഞാൻ ശ്രേഷ്ഠമായ രീതിയിൽ ചെയ്യണം, ഇദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തി വന്നാലേ ഇദ്ദേഹം മറ്റു പലരോടും പറഞ്ഞിട്ട് എന്നെ ആ കർമ്മത്തിന് ക്ഷണിക്കുകയുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് നാളെ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവരുത്, എന്നെക്കൊണ്ട് ഇദ്ദേഹത്തിന് ഗുണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, എന്നിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇദ്ദേഹം എന്നെ വിളിച്ചിട്ടുള്ളത് എന്നുള്ള തരത്തിലുള്ളൊരു ചിന്താഗതി അദ്ദേഹത്തിനുണ്ടാകണം. പ്രധാനമായിട്ടും ഈ സമയദോഷമുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അവൻ ദേഷ്യം വരാതെ ശ്രദ്ധിക്കണം. സമയദോഷത്തിനിടയിൽ ദേഷ്യം വന്നിട്ട് ചിലപ്പം കയ്യിൽ കിട്ടിയ സാധനം എടുത്ത് ആരെങ്കിലും തലക്കടിച്ചു പോകും അറിയാതെ. ചിലപ്പോൾ ഭാര്യയുടേതാവാം, അല്ല ഭർത്താവിൻ്റെതാവാം, അല്ല മക്കളുടേതാവാം, മറ്റാരുടേതെങ്കിലും തലയൊക്കെ എടുത്തടിച്ചേക്കും. അതുകൊണ്ട് ദേഷ്യത്തെ നിയന്ത്രിക്കണം, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണം ഈ ഒരു കാലയളവിൽ. എന്നാൽ നമ്മൾക്ക് ഇങ്ങനെ ഈശ്വര വചനവും മറ്റു കാര്യങ്ങളും കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ സമയദോഷത്തെ അതിജീവിക്കാൻ പറ്റും.
എന്തായാലും സമയദോഷം വരും എന്ന് ഉറപ്പിച്ചു. നമുക്കറിയാലോ, വലിയൊരു കോരിച്ചൊരിയുന്ന മഴ, കാറ്റും ഇടിയും മിന്നലെല്ലാം വരാനുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പുറത്തുള്ള വിറകൊക്കെ എടുത്ത് ഒതുക്കി വെച്ച് നമ്മുടെ വീടിനകത്ത് വെച്ച്, ഇനി ചോരുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, വീട്ടിൽ ചോർച്ചയുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഭദ്രമാക്കി വെച്ച്, കാറ്റ് പിടിക്കാതിരിക്കാൻ ജനലൊക്കെ അടച്ചിട്ട് അതിൽ കൊളുത്തൊക്കെ ഇട്ട് വെച്ച് വാതിലൊക്കെ അടച്ച് തയ്യാറായിരിക്കും. ഇലക്ട്രിസിറ്റീൻ്റെ കണക്ഷൻ നമ്മൾ വെച്ചാൽ ആ മെയിൻ സ്വിച്ച് ഓഫാക്കി വെക്കും. കാരണം ഇടി മിന്നലോ എന്ന് കഴിഞ്ഞാൽ ഒന്നും ആവാതിരിക്കണം അല്ലേ? ഇതുപോലെ ആയിരിക്കണം. സമയദോഷമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാവ് ഒന്ന് സംസാരം, അനാവശ്യമായ സംസാരം കുറക്കുക, അതുപോലെ ദേഷ്യം വരുന്നത് ഇല്ലാണ്ടാക്കുക, അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റവും ഇതും കൊണ്ട് മറ്റുള്ളവർക്ക് ദേഷ്യം വരാകുകയോ അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രയാസം ഉണ്ടാവാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. ശ്രേഷ്ഠമായ ആചാര്യന്മാരോടൊപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലോ സമയം ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഏറ്റവും നല്ല ഉത്തമം. അപ്പോൾ പരമാവധി സമയം നമ്മൾ നാമജപവും മറ്റു കാര്യങ്ങളും ചെയ്യുക. ഈ സമയദോഷം നിശ്ചിത കാലത്തെ കാണുന്നവരെ നമ്മൾ അനങ്ങാതിരിക്കരുത് കേട്ടോ. സമയദോഷമാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട എന്നല്ല വിചാരിക്കേണ്ടത്. സമയദോഷം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് വേണം? നമ്മുടെ കർമ്മങ്ങൾ ക്ലിയറായിട്ട് ചെയ്യണം. ഈശ്വരൻ്റെ നാമം ജപിച്ചുകൊണ്ട് നമ്മൾ അത് മുറുക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ അങ്ങോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും അതിജീവിക്കാൻ പറ്റും. അയ്യോ, എനിക്കിപ്പോൾ സമയദോഷമാണ് 5 കൊല്ലത്തേക്ക്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ജ്യോത്സ്യർ പറഞ്ഞത്. അതുകൊണ്ട് ജോലിയും എടുക്കണ്ട, പിന്നെ എവിടെയും പോകാതെ വീട്ടിൽ ഭാര്യയുടെ ചിലവിൽ കഴിയാൻ പറ്റുമോ? പറ്റില്ല. അല്ല, ഭർത്താവ് അടുക്കളപ്പണി എടുക്കണം, അത് ചെയ്യണം, കാരണം ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്യാം, പക്ഷേ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ബിസിനസ് തുടങ്ങുന്നുണ്ടോ? നിങ്ങൾ തുടങ്ങിക്കോളൂ, ഒരു തെറ്റുമില്ല. പക്ഷേ അമിതമായ പണം കൊണ്ടുപോയി ഇറക്കിയിട്ട് ബിസിനസ് ചെയ്യരുത്. അല്പമായ പൈസ ഇറക്കിയിട്ട് ബിസിനസ് ചെയ്യുക. കുറേശ്ശെ അത് വിജയിപ്പിച്ചെടുക്കുക. നഷ്ടപ്പെട്ടാലും അത്രയല്ലേ പോകുള്ളൂ. ആ തരത്തിൽ കുറേശ്ശെ മുതൽ മുടക്കുക. അതുപോലെ ഏത് മേഖലയിലും, ഏത് തൊഴിൽ മേഖലയിലും, ഏത് കാര്യത്തിലായാലും ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയാൽ നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ പറ്റും. എന്താ പറയുന്നറിയോ? മെല്ലെ തിന്നാൽ മുള്ളും തിന്ന എന്ന് പറയാറില്ലേ? അതുപോലെ നമ്മൾ ക്ഷമയോടുകൂടി സാവകാശം ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.